അപ്പോൾ സ്പെഷ്യൽ ലീൻ എന്താ? ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് സ്പെഷ്യൽ ലീൻ പാർട്ടിക്കുലർ ലീൻ. സ്പെഷ്യൽ ലീൻ പറയുന്ന മറ്റൊരു പേരാണ് പർട്ടിക്കുലർ ലീൻ. 2 അക്കൗണ്ടും ഒരാളുടെ പേരിൽ തന്നെയായിരിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞു എയുടെ പേരിലായിരുന്നു 2 അക്കൗണ്ടും. അതേസമയം എയുടെ പേരിൽ ഒരു ലോൺ അക്കൗണ്ട് ഉണ്ട്, എയുടെ വൈഫിൻ്റെ പേരിൽ ഒരു സേവിങ്സ് അക്കൗണ്ട് ഉണ്ട്. അങ്ങനെ കമ്പൈൻ ചെയ്യാൻ പറ്റില്ല. എപ്പോഴും ഈ 2 അക്കൗണ്ടും സെയിം ആളുടെ പേരിൽ തന്നെയായിരിക്കണം. ഹായ് ഹലോ. അപ്പോൾ നമ്മുടെ അടുത്ത ടോപ്പിക്ക് നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളന്ന് പ്രൈമറി റിലേഷൻഷിപ്പ്, ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് എന്താ പറയുക, നമ്മൾ സ്പെഷ്യൽ റിലേഷൻഷിപ്പും അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതിനെ വേറൊരു ടോപ്പിക് എന്നും പറയാം, റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. ഈ സ്പെഷ്യൽ റിലേഷൻഷിപ്പ് ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പിൽ വരുന്നത് തന്നെ ആ സെയിം ടോപ്പിക്ക് തന്നെയാണ് ഇവിടെയും വരുന്നത്. പക്ഷേ ഞാൻ എൻ്റെ ഹെഡിങ് മാറ്റി റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് എന്ന് കൊടുത്തിട്ടുള്ളൂ, സെയിം തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ്സ്, ബാങ്കിൻ്റെ അവകാശങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ബാങ്കിൻ്റെ ഡ്യൂട്ടീസ്, കസ്റ്റമറിനോടുള്ള എന്തൊക്കെ ഡ്യൂട്ടീസാണ് ബാങ്ക് ചെയ്യേണ്ടത്, എന്തൊക്കെ അവകാശങ്ങളാണ് ബാങ്കിനുള്ളത് എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് റൈറ്റ്സ് ഓഫ് ബാങ്ക്സ്, ബാങ്കിൻ്റെ അവകാശങ്ങൾ. റൈറ്റ് എന്തൊക്കെയാണ് റൈറ്റ് ഉള്ളത്? ഫസ്റ്റ് വൺ റൈറ്റ് ഓഫ് ലീൻ, സെക്കൻഡ് വൺ റൈറ്റ് ഓഫ് സെറ്റ് ഓഫ്, അല്ലെങ്കിൽ റൈറ്റ് ടു സെറ്റ് ഓഫ്. ദെൻ തേർഡ് വൺ റൈറ്റ് ഓഫ് അപ്രോപ്രിയേഷൻസ്, appropriation, then right to charge commission, interest, bank charges, etc. ഇത്രയാണ് ബാങ്കിൻ്റെ റൈറ്റ്സ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് വൺ റൈറ്റ് ഓഫ് ലീൻ, ദെൻ റൈറ്റ് ഓഫ് സെറ്റ് ഓഫ്, then right of appropriation, then next one right to charge commission, interest, bank charge. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ റൈറ്റ് ഓഫ് ലീൻ. ലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ലീൻ മുമ്പത്തെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലീൻ ഈസ് എ റൈറ്റ് ഓഫ് ദി ക്രെഡിറ്റർ ഇൻ പൊസഷൻ ഓഫ് ദ ഗുഡ്സ് or any other assets belonging to the debtor to retain them until the debt is repaid. എന്താണ് ഇത് പറയണത്? ലീൻ ഈസ് റൈറ്റ് ഓഫ് ദി ക്രെഡിറ്റർ. ലീൻ എന്ന് പറയണത് ആദ്യം തന്നെ ഓർത്ത് വയ്ക്കുക, ഇത് ആരുടെ അവകാശമാണ്? റൈറ്റ് ഓഫ് ദി ക്രെഡിറ്ററുടെ അവകാശം. റൈറ്റ് ഓഫ് ദി ക്രെഡിറ്റർ എന്തിനുള്ള അവകാശം? ഇൻ പൊസഷൻ ഓഫ് ഗുഡ്സ്, എന്തുമേലുള്ള അവകാശം എന്നാണ് ആദ്യം നോക്കുന്നത്. എന്താണ്? ഇയാളുടെ കൈവശമുള്ള ഗുഡ്സ് ആയിക്കോട്ടെ, അസറ്റ് ആയിക്കോട്ടെ, അത് റിട്ടേൺ, ആരുടെ? ഡെപ്റ്ററുടെ ഗുഡ്സ് റിട്ടേൺ ചെയ്യാനുള്ള അവകാശം. എപ്പോൾ വരെ? അൺടിൽ ദ ഡെപ്റ്റ് ഈസ് റീപെയ്ഡ്, ഡെപ്റ്റ് ക്ലിയർ ചെയ്യുന്നത് വരെ. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ലീൻ എന്ന് പറയുന്നത് ക്രെഡിറ്ററുടെ ഒരു അവകാശമാണ്. എന്തിനുള്ള അവകാശം? ഡെപ്റ്ററുടെ പ്രൊഡക്റ്റ്, കസ്റ്റമറിൻ്റെ അല്ലെങ്കിൽ ഡെപ്റ്ററുടെ പ്രൊഡക്റ്റ് നമ്മൾ ക്രെഡിറ്ററുടെ കയ്യിലുണ്ടാവും, അത് പിടിച്ചു വെക്കാനുള്ള അവകാശം. എത്ര നാൾ വരെ? എപ്പോഴാണ് ഡ്യൂസ് അല്ലെങ്കിൽ ഡെപ്റ്റ് ക്ലിയർ ചെയ്യുന്നത് അതുവരെ ഒരു ഡെപ്റ്ററുടെ പ്രൊഡക്റ്റ് പിടിച്ചു വെക്കാനുള്ള ക്രെഡിറ്ററുടെ അവകാശത്തിനെ പറയുന്ന പേരാണ് ലീൻ. ലീൻ എന്താണെന്ന് ഒന്നുകൂടെ പറയാം. എന്താണ് ഇത്? ആരുടെ അവകാശമാണ്? ക്രെഡിറ്ററുടെ. എന്തിനുള്ള അവകാശമാണ്? പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ ഗുഡ്സ് അല്ലെങ്കിൽ അസറ്റ് പിടിച്ചു വയ്ക്കാനുള്ള അവകാശം. ആരുടെ ഗുഡ്സ് ആണ്? ഡെപ്റ്ററുടെ ഗുഡ്സ്. എത്ര നാളത്തേക്ക്? എന്നാണോ ഡെപ്റ്റ് അല്ലെങ്കിൽ ഡ്യൂസ് ക്ലിയർ ചെയ്യുന്നത് അതുവരെ പ്രൊഡക്റ്റ് പിടിച്ചു വയ്ക്കാനുള്ള അവകാശമാണ് ലീൻ എന്ന് പറയുന്നത്. ലീൻ 2 തരത്തിലാണുള്ളത്. അതിനു മുമ്പ് ലീൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 171 ഓഫ് ദി NI ആക്ട് അല്ല കേട്ടോ, ദ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ആണ്. ലീൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലാണ് കേട്ടോ, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ആണ് കേട്ടോ, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്.
അപ്പോൾ ലീൻ ഈസ് ഡിഫൈൻഡ് ഇൻ സെക്ഷൻ 171 ഓഫ് ദി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൻ്റെ 171 ലീനിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പം ലീൻ ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 2 തരത്തിലുള്ള ലീനാണ് മെയിനായിട്ടുള്ളത്. ജനറൽ ലീൻ ഉണ്ട്, സ്പെഷ്യൽ ലീൻ ഉണ്ട്. ജനറൽ ലീൻ ഉണ്ട്, സ്പെഷ്യൽ ലീൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കത് എന്താ നോക്കാം. ജനറൽ ലീൻ, വെൻ എ പാർട്ടി ഈസ് entitled to retain the goods belonging to the another party until all the dues are discharged is called general lien. General lien എന്ന് പറയുമ്പോൾ ഒരു പാർട്ടിയുടെ അല്ലെങ്കിൽ ഡെപ്റ്ററുടെ ഏത് പ്രൊഡക്റ്റുമേലും ചാർജ് ക്രിയേറ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള ലീനിനെ നമുക്ക് എന്തെന്ന് പറയാം? ജനറൽ ലീൻ എന്ന് പറയാം. ഡെപ്റ്ററുടെ ഗുഡ്സ് ഏത് തരത്തിലുള്ള ഗുഡ്സുമേലും ചാർജ് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ നമുക്ക് ഡ്യൂസ് ക്ലിയർ ചെയ്യുന്നത് വരെ അതിൽ അയാളുടെ വാല്യുബിൾ ആയിട്ടുള്ള ഏത് പ്രോപ്പർട്ടിയുമേയും ചാർജ് ക്രിയേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ലീനിനെ നമ്മൾ പറയുന്ന പേരാണ് ജനറൽ ലീൻ. അപ്പം ബാങ്കേഴ്സ് ലീൻ ഈസ് എ ജനറൽ ലീൻ ആൻഡ് ഇംപ്ലൈഡ് പ്ലെഡ്ജ്. അപ്പോൾ ബാങ്കേഴ്സിൻ്റെ ലീൻ അല്ലെങ്കിൽ ബാങ്കിൻ്റെ ലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ ലീനാണ്. എന്തുകൊണ്ടാണ് ബാങ്കിൻ്റെ ലീൻ ജനറൽ ലീനാന്ന് പറയാനായിട്ട് കാരണം? നമുക്ക് ബാങ്കിൽ നിന്നും ലോൺ എടുത്തിട്ടുണ്ട്, ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് ലോൺ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇയാൾ ഡ്യൂസ് ഒന്നും ക്ലിയർ ചെയ്തില്ല, ലോണൊന്നും തിരിച്ചടച്ചില്ല. പക്ഷേ ഇയാൾ വെച്ചേക്കണ പ്രോപ്പർട്ടി വിറ്റാൽ പോലും ബാങ്കിന് ഇയാളുടെ ഡ്യൂസ് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ബാങ്കിന് എന്ത് ചെയ്യാം? ജപ്തി നടപടികളിലേക്കൊക്കെ പോകാൻ. നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടാവില്ലേ, ജപ്തി ചെയ്യുമ്പോൾ ഇയാളുടെ വാല്യൂബിൾസ് എല്ലാം ബാങ്കിന് ടേക്ക് ഓവർ ചെയ്യാം അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ജനറൽ ലീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പർട്ടിക്കുലർ പ്രോപ്പർട്ടിയുമ്പോൾ മാത്രമല്ല ബാങ്ക് ചാർജ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ബാങ്കേഴ്സ് ലീൻ എന്ന് പറയുന്നത്. ജനറൽ ലീനുമാണ്, ഇംപ്ലൈഡ് പ്ലെഡ്ജും ആണ്. ഇംപ്ലൈഡ് പ്ലെഡ്ജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇംപ്ലൈഡ് കോൺട്രാക്ട് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇംപ്ലൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ ഇൻബിൽഡ് ആണ്, അവിടെ പ്രത്യേകിച്ച് അത് പറയേണ്ട ആവശ്യമൊന്നുമില്ല, അത് ഇൻബിൽഡ് ആണ്. പ്ലെഡ്ജ് ചെയ്യാന്ന് പറഞ്ഞതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്കിലേക്ക് പണയം വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ബാങ്ക് പിടിച്ചെടുക്കുന്ന ഈ പ്രോപ്പർട്ടീസ് ബാങ്കിന് അത് വിൽക്കാനുള്ള അവകാശമുണ്ട്. പ്ലഡ്ജ് ചെയ്ത പ്രൊഡക്റ്റ് വിൽക്കാനുള്ള അവകാശം ബാങ്കിനുണ്ട്. അപ്പം ലീൻ എന്ന് പറയുമ്പോൾ പിടിച്ചു വെക്കാനുള്ള അവകാശം മാത്രമേ ഉള്ളൂ. പക്ഷെ പ്ലഡ്ജിലാണ് എന്ത്? പിടിച്ചു വെച്ച പ്രൊഡക്റ്റ് വിൽക്കാനുള്ള അവകാശം വരുന്നത് പ്ലഡ്ജിലാണ്. അപ്പം അതുകൊണ്ടാണ് ബാങ്കേഴ്സ് ലീൻ എന്ന് പറയുന്നത്. ജനറൽ ലീനും ആണ്, ഇംപ്ലോയിഡ് പ്ലഡ്ജും ആണ്. അവിടെ പ്ലഡ്ജ് ചെയ്യാനുള്ള അവകാശം ഇംപ്ലോയിഡ് ആണ്. അവിടെ പ്രത്യേകിച്ച് ബാങ്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളത് ലോൺ തിരിച്ചടച്ചില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളത് ടേക്ക് ഓവർ ചെയ്ത് അത് വിൽക്കും എന്ന് പറയേണ്ട ആവശ്യമില്ല. അവിടെ അത് ഇൻബിൽറ്റ് ആണ്. അതുകൊണ്ടാണ് ബാങ്കേഴ്സ് ലീൻ എന്ന് പറയുന്നത് ജനറൽ ലീനും ഇംപ്ലോയിഡ് പ്ലെഡ്ജും ആണെന്ന് പറയാനായിട്ട് കാരണം. ഇതാണ് ജനറൽ ലീൻ. അപ്പോൾ സ്പെഷ്യൽ ലീൻ എന്താ? It is also called special lien, particular lien. Special lien പറയുന്ന മറ്റൊരു പേരാണ് particular lien. Special lien is also called particular lien. Special lien is available only to the creditor against those goods in respect of which he has rendered some services. ഇവിടെ എന്ത് പ്രൊഡക്റ്റുമേലാണോ ചാർജ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു പ്രൊഡക്റ്റുമേ മാത്രം ക്രെഡിറ്റർക്ക് അവകാശം ഉന്നയിക്കാവുന്ന തരത്തിലുള്ള ലീനെ പറയുന്ന പേരാണ് സ്പെഷ്യൽ ലീൻ. ജനറൽ ലീൻ എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് അല്ല, ഏത് പ്രൊഡക്റ്റുമേ നമുക്ക് ചാർജ് ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ സ്പെഷ്യൽ ലീനുമേ എന്താ അല്ലെങ്കിൽ പർട്ടിക്കുലർ ലീനിൻ്റെ പ്രത്യേകത എന്താ? അവിടെ ഏത് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഏത് ഗുഡ്സ് നോക്കൂ, എഗെയിൻസ്റ്റ് ദോസ് ഗുഡ്സ് എന്തുമേലാണ് ചാർജ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതുമേൽ മാത്രം അവകാശം ഉന്നയിക്കാവുന്ന അല്ലെങ്കിൽ ലീൻ ക്രിയേറ്റ് ചെയ്യാവുന്ന തരത്തിലുള്ളതിനെയാണ് നമ്മൾക്ക് എന്ത് പറയാം? സ്പെഷ്യൽ ലീൻ എന്ന് പറയുന്നത്. ഓക്കെ, it is the right of retention of specific goods until claims related to these goods are realized. ഈ പ്രൊഡക്റ്റ് പിടിച്ചു വെക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴാണോ ഈ പ്രൊഡക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്ലെയിംസ് അല്ലെങ്കിൽ ഡ്യൂസ് ക്ലിയർ ചെയ്യുന്നത് അപ്പോൾ അത് തിരിച്ചു കൊടുക്കുന്നതിനെയാണ് സ്പെഷ്യൽ ലീൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലീനാണ് നമ്മൾ റൈറ്റ് ഓഫ് ലീനാണ് നമ്മൾ ആദ്യം നോക്കിയത്. അപ്പോൾ റൈറ്റ് ഓഫ് ലീൻ എന്ന് പറയുമ്പോൾ ബാങ്കിന് ഗുഡ്സ് പിടിച്ചു വെക്കാനുള്ള അവകാശമുണ്ട്. ദാറ്റ് ഈസ് ബാങ്കേഴ്സ് ലീൻ എന്ന് പറയുന്നത് ജനറൽ ലീനാണ്. കസ്റ്റമേഴ്സ് ഡ്യൂസ് ലോൺ എടുത്തിട്ട് ഡ്യൂസ് ക്ലിയർ ചെയ്യുന്നത് വരെ
റിട്ടേൺ ചെയ്യാനുള്ള അവകാശം, അല്ലാന്നുണ്ടെങ്കിൽ അത് വിൽക്കാനുള്ള അവകാശം ബാങ്കിനുണ്ട് എന്ന് പറയുന്നതാണ് ബാങ്കേഴ്സ് ലീൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ ഫസ്റ്റ് റൈറ്റ് ഓഫ് ദി ബാങ്കർ. ദെൻ നമ്മുടെ അടുത്ത അവകാശമാണ് അല്ലെങ്കിൽ ബാങ്കിൻ്റെ അടുത്ത റൈറ്റ് ഓഫ് സെറ്റ് ഓഫ്. റൈറ്റ് ഓഫ് സെറ്റ് ഓഫ്. A banker possesses this right of set-off which enables him to combine two accounts in the name of the same customer. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ പേരിലുള്ള 2 അക്കൗണ്ട്സ് കമ്പൈൻ ചെയ്യുന്നതിനെയാണ് റൈറ്റ് ഓഫ് സെറ്റ് ഓഫ് എന്ന് പറയുന്നത്. ഒരാളുടെ ഒരു കസ്റ്റമറിൻ്റെ പേരിൽ തന്നെയുള്ള 2 അക്കൗണ്ട്സ് കമ്പൈൻ ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് റൈറ്റ് ഓഫ് സെറ്റ് ഓഫ്. നോക്കൂ, വിച്ച് എനബിൾസ് ഹിം എന്ന് ഉദ്ദേശിക്കുന്ന ബാങ്കിനെയാണ്, ഹിം ടു കമ്പൈൻ 2 accounts in the name of the same person and to adjust. അപ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും 2 അക്കൗണ്ടുകൾ കമ്പൈൻ ചെയ്യുന്നത്? നമുക്ക് നോക്കാം. അഡ്ജസ്റ്റ് എ ഡെബിറ്റ് ബാലൻസ് ഇൻ 1 account with the ക്രെഡിറ്റ് ബാലൻസ് ഓഫ് ദി അതർ. ഒരു അക്കൗണ്ടിലുള്ള ഡെബിറ്റ് ബാലൻസിനെ മറ്റൊരു അക്കൗണ്ടിലുള്ള ക്രെഡിറ്റ് ബാലൻസ് കൊണ്ട് സെറ്റ് ഓഫ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ അതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് റൈറ്റ് ഓഫ് സെറ്റ് ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ സെറ്റ് ഓഫ് എന്ന് ഒന്നും കൂടെ നമ്മൾ പറഞ്ഞുതരാം. 2 അക്കൗണ്ട്സ് കമ്പൈൻ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് ഡെബിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ടും മറ്റത് ക്രെഡിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ടാണ്. ഫോർ എക്സാമ്പിൾ, ഒരു കസ്റ്റമറിന് ബാങ്കിൽ 2 അക്കൗണ്ട് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ എ എന്ന് പറഞ്ഞ ഒരാൾ, അയാൾക്ക് ഒരു ലോൺ അക്കൗണ്ട് ഉണ്ട്, ഒരു സേവിങ്സ് അക്കൗണ്ട് ഉണ്ട് ബാങ്കിൽ. ഓക്കെ, അപ്പോൾ ലോൺ അക്കൗണ്ട്, ലോൺ എടുത്തിട്ട് ഇയാൾ തിരിച്ചടയ്ക്കണില്ല. ബാങ്ക് കുറേ വിളിച്ചിട്ടും ഇയാൾ തിരിച്ചടയ്ക്കുന്നില്ല. പക്ഷേ ബാങ്ക് നോക്കിയപ്പോൾ ആ ബാങ്കിൽ തന്നെ, അത് അങ്ങനെ നോക്കാനുണ്ട്, ഒരേ ബാങ്കിൽ തന്നെ ആയിരിക്കണേ, എങ്കിൽ മാത്രമേ റൈറ്റ് ഓഫ് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരേ ബാങ്കിലുള്ള ഒരേ നെയിമും അപ്പോൾ എയുടെ പേരിൽ തന്നെയായിരിക്കണം ഈ 2 അക്കൗണ്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ലോൺ അക്കൗണ്ടിൽ ഒരു 2 ലക്ഷം രൂപ ഇയാൾ തിരിച്ചടയ്ക്കാനുണ്ടെന്ന് വിചാരിക്കാം. സേവിങ്സ് അക്കൗണ്ടിൽ ബാങ്ക് നോക്കിയപ്പോൾ ഒരു 5 lakhs rupees കിടക്കുന്നുണ്ട്. 5 lakhs ആയിക്കോട്ടെ, 2 lakhs ആയാലും, എനിവേ. അപ്പോൾ ബാങ്ക് എന്ത് ചെയ്യണു? വിത്ത് ദി പ്രയർ ഇൻഫർമേഷൻ, എയോട് ഇൻഫോർമേഷൻ ചെയ്യാണ്ട് ബാങ്കിന് സ്വന്തം ഇഷ്ടപ്രകാരം അത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ബാങ്ക് എന്ത് ചെയ്യണു? എയോട് പറയാണ്, നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ എടുത്തിട്ട് ഞങ്ങൾ നിങ്ങളുടെ ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നോട്ടീസ് അയച്ചതിന് ശേഷം ബാങ്ക് എന്ത് ചെയ്യുന്നു? ഈ സേവിങ്സ് അക്കൗണ്ടിലുള്ള പൈസ എത്രയാണ് ലോൺ അക്കൗണ്ടിലേക്കുള്ളത് അത് ട്രാൻസ്ഫർ ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് റൈറ്റ് ഓഫ് സെറ്റ് ഓഫ്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? വിച്ച് എനബിൾസ് ഹിം അല്ലെങ്കിൽ വിച്ച് എനബിൾസ് ദ ബാങ്ക് ടു കമ്പൈൻ 2 accounts. എന്താണ് ഡെബിറ്റ് ബാലൻസ് എന്ന് പറയുന്നത്? എന്താ, ലോൺ എടുക്കുന്നതാണ്. ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കാത്തതിനെയാണ് നമ്മൾ ഡെബിറ്റ് ബാലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെബിറ്റ് ബാലൻസ് ഇൻ 1 account വിത്ത് ദി ക്രെഡിറ്റ് ബാലൻസ് ഓഫ് ദി അതർ. ക്ലിയർ ആയല്ലേ? അപ്പോൾ ഇതാണ് എന്ത് റൈറ്റ് ഓഫ് സെറ്റ് ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ റൈറ്റ് ഓഫ് സെറ്റ് ഓഫിന് നമുക്ക് കണ്ടീഷൻസ് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് അതിൻ്റെ കണ്ടീഷൻസ് നോക്കാം. ആദ്യത്തെ, എ നോട്ടീസ് മസ്റ്റ് ബി സെൻഡ് ടു ദ കസ്റ്റമർ റിഗാർഡിംഗ് ദി പ്രോസസ്. നമ്മൾ പറഞ്ഞു നേരത്തെ, എന്താണ് ഈ സെറ്റ് ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കസ്റ്റമർക്ക് ഒരു നോട്ടീസ് അയച്ചിരിക്കണം. ഞങ്ങളിങ്ങനെ സെറ്റ് ഓഫ് ചെയ്യാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു നോട്ടീസ് ആർക്ക് അയച്ചിരിക്കണം? കസ്റ്റമർക്ക് അയച്ചിരിക്കണം. ദെൻ ബോത്ത് അക്കൗണ്ട്സ് മസ്റ്റ് ബി ഇൻ ദി name of the same person, in the name of the same person. രണ്ട് അക്കൗണ്ടും ഒരാളുടെ പേരിൽ തന്നെയായിരിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞു എയുടെ പേരിലായിരുന്നു 2 അക്കൗണ്ടും. അതേസമയം എയുടെ പേരിൽ ഒരു ലോൺ അക്കൗണ്ട് ഉണ്ട്, എയുടെ വൈഫിൻ്റെ പേരിലൊരു സേവിങ്സ് അക്കൗണ്ട് ഉണ്ട്. അങ്ങനെ കമ്പൈൻ ചെയ്യാൻ പറ്റില്ല. എപ്പോഴും ഈ 2 അക്കൗണ്ടും സെയിം ആളുടെ പേരിൽ തന്നെയായിരിക്കണം. Then these right can be exercised only when the debts are due. Debts due ആയാൽ മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ. Debts due ആയാൽ മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ ബാങ്കിന് തോന്നുന്ന പോലെ ഡെപ്സ് ഡ്യൂ ഒന്നും ആയിട്ടില്ല, ബാങ്ക് ഓടിപ്പോയിട്ട് സേവിങ്സ് അക്കൗണ്ടിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് പാടില്ല. എപ്പോഴാണ്
ഡെപ്റ്റ്സ് ഡ്യൂ ആവുന്നത് അപ്പോൾ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റൈറ്റ് ഓഫ് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് നമ്മുടെ സെറ്റ് ഓഫിൻ്റെ 3 കണ്ടീഷൻസ്. എന്താണ്? നോട്ടീസ് അയച്ചിരിക്കണം, കസ്റ്റമറിന് ഇതിനെ സംബന്ധിച്ചിട്ടുള്ള നോട്ടീസ് അയച്ചിരിക്കണം. ദെൻ ഈ അക്കൗണ്ട്സ് എന്താ, രണ്ടും ഒരാളുടെ പേരിലുള്ളതായിരിക്കണം. മൂന്നാമത്തെ, ദിസ് റൈറ്റ് ക്യാൻ ബി എക്സസൈസ്ഡ് ഓൺലി വെൻ ദ ഡെപ്റ്റ്സ് ആർ ഡ്യൂ. ഡെപ്റ്റ്സ് ഡ്യൂ ആയാൽ മാത്രമേ ഈ റൈറ്റ് ഓഫ് സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇതാണ് റൈറ്റ് ഓഫ് സെറ്റ് ഓഫ്. അപ്പോൾ 2 റൈറ്റ് നമ്മൾ നോക്കി. ആദ്യം പഠിച്ച റൈറ്റ് ഏതാണ്? റൈറ്റ് ഓഫ് ലീൻ. രണ്ടാമത്തെ റൈറ്റ് ഏതാണ്? റൈറ്റ് ഓഫ് സെറ്റ് ഓഫ്. ദെൻ മൂന്നാമത്തെ ബാങ്കിൻ്റെ അവകാശമാണ് റൈറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ. റൈറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറലി ദ കസ്റ്റമർ ഹാസ് ദ റൈറ്റ് ടു അപ്രോപ്രിയേറ്റ് ദ പേയ്മെൻറ്റ് ടു എനി ഡെപ്റ്റ് ഓഫ് ഹിസ് ചോയ്സ്. അപ്പോൾ ആദ്യം തന്നെ അപ്രോപ്രിയേഷൻ എന്താണെന്ന് നോക്കാം. അപ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കസ്റ്റമർ ബാങ്കിൽ നിന്നും ഒന്നിലധികം ലോണുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തിരിച്ചടവ്, ബാങ്കിൽ നിന്നും ലോൺ എടുത്തിട്ട് നമുക്ക് തിരിച്ചടയ്ക്കണമല്ലോ കസ്റ്റമർ. അപ്പോൾ തിരിച്ചടയ്ക്കുമ്പോൾ എത്ര രൂപ ഓരോ ലോണിലേക്കും പോകണമെന്ന് നിശ്ചയിക്കാനുള്ള അധികാരം ആർക്കുള്ളത്? കസ്റ്റമർക്കാണ് ഉള്ളത്. എക്സാമ്പിൾ കൂടെ നമുക്ക് പറയാം. എയുടെ കേസ് തിരഞ്ഞെടുക്കാം. 3 തരത്തിലുള്ള ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യം ഒരു 5 ലക്ഷത്തിൻ്റെ ലോൺ, ദെൻ ഒരു 2 ലക്ഷത്തിൻ്റെ ലോൺ, പിന്നീട് ഒരു 3 ലക്ഷത്തിൻ്റെ ലോൺ. അങ്ങനെ 3 ലോണുകൾ എടുത്തിട്ടുണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. ഓക്കെ. ദെൻ പിന്നീട് ഒരു കുറച്ച് പൈസ കൊണ്ട് ബാങ്കിൽ കൊടുക്കുകയാണ്, മൊത്തമായിട്ടൊരു ബൾക്ക് എമൗണ്ട് ബാങ്കിൽ കൊണ്ട് കൊടുക്കുകയാണ്. എന്നിട്ട് പറയണം എന്ത്, ഇത്ര രൂപ ആദ്യത്തെ ലോണിലേക്ക് അടയ്ക്കുക, ഇത്ര രൂപ രണ്ടാമത്തെ ലോണിലേക്ക് അടയ്ക്കുക, ഇത്ര രൂപ മൂന്നാമത്തെ ലോണിലേക്ക് അടയ്ക്കുക. അങ്ങനെ എന്തൊക്കെ ചെയ്യണം, നമ്മൾ ഒരു എമൗണ്ട് കൊടുത്തിട്ട് ഓരോ ലോണിലേക്കും അല്ലെങ്കിൽ ഓരോ ലോൺ അക്കൗണ്ടിലേക്കും എത്ര ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറയാനുള്ള അവകാശം ആർക്കാണുള്ളത്? കസ്റ്റമർക്കാണുള്ളത്. ദാറ്റ് ഈസ് അപ്രോപ്രിയേറ്റ് ചെയ്യാനുള്ള അവകാശം ആർക്കാണ്? കസ്റ്റമർക്കാണ് ഉള്ളത്. സപ്പോസ് if the customer does not make any specific instruction at the time of making payments, the banker can use the right of appropriation. Suppose ഈ പൈസ കൊടുക്കണ സമയത്ത് ഒരു 5 ലക്ഷം രൂപ ബാങ്കിൽ കൊണ്ട് കൊടുത്തിട്ടാണ് കസ്റ്റമർ പറയണത് ഇത് അപ്രോപ്രിയേറ്റ് ചെയ്യാമെന്ന്. ഓക്കെ. സപ്പോസ് ഇത് വെറുതെ പൈസ കൊണ്ട് കൊടുത്തിട്ട് കസ്റ്റമർ ഒന്നും പറഞ്ഞില്ല, അതായത് ഇപ്പോൾ ഇത്ര ലോണിലേക്ക് ഇത്ര പോകണം, ആ ലോണിലേക്ക് ഇത്ര പോകണം എന്നൊന്നും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ബാങ്കിന് അപ്രോപ്രിയേറ്റ് ചെയ്യാനുള്ള അധികാരമുള്ളൂ, അല്ലേ? അപ്പം കസ്റ്റമർ സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻസ് തന്നില്ല എന്നുണ്ടെങ്കിൽ, ഇഫ് ദ കസ്റ്റമർ ഡസ് നോട്ട് മേക്ക് any specific instruction at the time of making payment നടത്തുന്ന സമയത്ത് കസ്റ്റമർ ഇൻസ്ട്രക്ഷൻസ് ഒന്നും തന്നില്ല എന്നുണ്ടെങ്കിൽ the banker can use the right of appropriation. അപ്പോൾ എന്ത് ചെയ്യാം? ബാങ്കിന് അപ്രോപ്രിയേറ്റ് ചെയ്യാം, കസ്റ്റമർ തന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം. അപ്പോൾ എങ്ങനെയായിരിക്കും ബാങ്ക് അപ്രോപ്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ബാങ്ക് എങ്ങനെയായിരിക്കും അപ്രോപ്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക? അതായത് വലിയ ലോൺ എടുത്തത് ആദ്യം അടയ്ക്കുമോ, അല്ലാന്നുണ്ടെങ്കിൽ ആദ്യം എടുത്തത് ആദ്യം അടയ്ക്കുമോ? അവിടെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ, അല്ലേ? ബാങ്ക് എങ്ങനെയായിരിക്കും അപ്രോപ്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക? നോക്കാം. ഇറ്റ് ഷുഡ് ബി അപ്രോപ്രിയേറ്റഡ് ആസ് പെർ ഡയറക്ഷൻസ് ഇഷ്യൂഡ് ഇൻ ക്ലെയ്റ്റൺസ് കേസ്. ക്ലെയ്റ്റൺസ് കേസിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതുപോലെയാണ് എന്ത് ചെയ്യുന്നത്? അപ്രോപ്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്ലെയ്റ്റൺസ് കേസിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? It should be appropriated on the basis of FIFO method. FIFO method നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. FIFO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ്, അല്ലേ? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? കസ്റ്റമർ കൊടുത്ത പൈസ ആദ്യം തന്നെ ആദ്യത്തെ ലോൺ അടച്ചു തീർക്കും, ബാക്കി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്തേക്ക് അടയ്ക്കും, ബാക്കി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്തേക്ക് അടയ്ക്കും. അങ്ങനെ അടയ്ക്കുന്ന ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഫിഫോ, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ്. അപ്പോൾ ക്ലെയ്റ്റൺസ് കേസിൽ ഇതാണ് വന്നത്. ഇവിടെ എന്താണ്? ഫിഫോ മെത്തേഡിലാണ്, അല്ലെങ്കിൽ ക്രോണോളജിക്കൽ ഓർഡർ എന്നും പറയാറുണ്ട്. ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, അല്ലേ? അപ്പോൾ ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ആ ഓർഡറിൽ തന്നെ കസ്റ്റമർ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ബാങ്ക് എന്ത് ചെയ്യുന്നു? ആ ലോൺ എടുത്ത ഓർഡറിൽ തന്നെ അതിൻ്റെ പേയ്മെൻറ്റ് അല്ലെങ്കിൽ ലോണിൻ്റെ എമൗണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, സെറ്റ് ഓഫ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റൈറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ ഓഫ് ദി ബാങ്ക്സ്.
ഓക്കെ, അപ്പോൾ ക്ലെയ്റ്റൺസ് കേസ് ആണ്. ഇപ്പോൾ അപ്രോപ്രിയേഷനിൽ നമുക്ക് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരാം. ഇൻ കേസ് ഓഫ് റൈറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ വിച്ച് മെത്തേഡ് ഈസ് യൂസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഫോ ലിഫോ അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പം നമ്മുടെ ഓപ്ഷൻ്റെ ആൻസർ ഫിഫോ ആണ്. പിന്നെ നമുക്ക് പറയാനുള്ളത് ക്ലെയ്റ്റൺസ് കേസിൽ എന്ത് ഓർഡറിലാണ് റൈറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ ചെയ്യാറുള്ളത്? അവിടെ ക്രോണോളജിക്കൽ ഓർഡറിലാണ് എന്ത് അപ്രോപ്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് റൈറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത്. റൈറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്താണ്? കസ്റ്റമർ അപ്രോപ്രിയേറ്റ് ചെയ്യേണ്ട അവകാശം കസ്റ്റമറിനാണ്. സപ്പോസ് കസ്റ്റമർ അത് അപ്രോപ്രിയേറ്റ് അല്ലെങ്കിൽ സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻസ് തന്നില്ല എന്നുണ്ടെങ്കിൽ ബാങ്ക് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? അപ്രോപ്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബാങ്ക് ഇങ്ങനെ അപ്രോപ്രിയേറ്റ് ചെയ്യുമ്പോൾ ബാങ്കിൻ്റെ ഇഷ്ടം പോലെ ചെയ്യാൻ പറ്റില്ല. അത് ഫിഫോ മെത്തേഡ് അനുസരിച്ചിട്ടാണ് ചെയ്യുക, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ്. അല്ലെങ്കിൽ ക്ലെയ്റ്റൺസ് കേസ് നമുക്ക് പറയാം, അവിടെ ക്രോണോളജിക്കൽ ഓർഡറിലാണ് റൈറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ ബാങ്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ മൂന്നാമത്തെ റൈറ്റ് ആണ് റൈറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത്. ദെൻ അടുത്ത ബാങ്കിൻ്റെ അവകാശം റൈറ്റ് ടു ചാർജ് വേരിയസ് ചാർജസ്. ബാങ്കിന് പല പല ചാർജുകൾ ഈടാക്കാനുള്ള അധികാരമുണ്ട്. പല പല ചാർജസ് ഈടാക്കാനുള്ള അധികാരമുണ്ട്. അപ്പോൾ എന്തൊക്കെ ചാർജസ് ആണ് ഈടാക്കുന്നത്? ഇൻട്രസ്റ്റ് ഓൺ ലോൺ, ലോണുമേ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? ബാങ്കിനുണ്ട്. ദെൻ കമ്മീഷൻ ബാങ്ക് ഈടാക്കാറുണ്ട്. വേരിയസ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് പകരമായിട്ട് ബാങ്ക് എന്ത് ചെയ്യുന്നു? കമ്മീഷൻ ഈടാക്കുന്നുണ്ട്. ദെൻ ബ്രോക്കറേജ്, ബാങ്ക് എന്തെങ്കിലും സർവീസസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ബ്രോക്കറേജ് ഈടാക്കുന്നുണ്ട്. ദെൻ ഇൻസിഡൻ്റൽ ചാർജസ്, സാധാരണ കേസിൽ എന്താ പറയുക, കറണ്ട് അക്കൗണ്ട് ഹോൾഡേഴ്സിനൊക്കെ ഇൻസിഡൻ്റൽ ചാർജസ് ഈടാക്കാറുണ്ട്. കറണ്ട് അക്കൗണ്ട് ഹോൾഡേഴ്സിന് മാത്രമല്ല. ഓക്കെ, അപ്പോൾ ഇൻസിഡൻ്റൽ ചാർജസ് ഇതെല്ലാമാണ് ബാങ്ക് ചാർജ് ചെയ്യുന്ന വേരിയസ് ചാർജസ്. ഇതും ബാങ്കിൻ്റെ ഒരു അവകാശമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം നമ്മൾ നോക്കിയത് ബാങ്കിൻ്റെ അവകാശങ്ങളാണ്. ഏതാണ്? 4 നമ്മൾ പഠിച്ചത്. ഫസ്റ്റ് വൺ റൈറ്റ് ഓഫ് ലീൻ, രണ്ടാമത്തെ റൈറ്റ് ഓഫ് സെറ്റ് ഓഫ്, മൂന്നാമത്തെ റൈറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ, നാലാമത്തെ റൈറ്റ് ടു ചാർജ് വേരിയസ് ചാർജസ്. ദെൻ നമുക്ക് അടുത്തത് നോക്കാനുള്ളതാണ് ബാങ്കിൻ്റെ ഒബ്ലിഗേഷൻസ് അല്ലെങ്കിൽ ഡ്യൂട്ടി. എന്തൊക്കെയാണ് ബാങ്കിൻ്റെ ഡ്യൂട്ടി എന്ന് നോക്കാം. 4 ഡ്യൂട്ടീസാണ് മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത്. ഫസ്റ്റ് വൺ, ഒബ്ലിഗേഷൻ ടു മെയിൻറ്റെയിൻ സീക്രസി ഓഫ് കസ്റ്റമേഴ്സ് അക്കൗണ്ട്. കസ്റ്റമേഴ്സിൻ്റെ അക്കൗണ്ടിൻ്റെ സീക്രസി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ബാങ്കിൻ്റെ വലിയൊരു ഡ്യൂട്ടിയാണ് അല്ലേ? കസ്റ്റമറിൻ്റെ സീക്രസി മെയിൻറ്റെയിൻ ചെയ്യാം. രണ്ടാമത്തെ, ഒബ്ലിഗേഷൻ ടു ഹോണർ കസ്റ്റമേഴ്സ് ചെക്ക്. കസ്റ്റമേഴ്സിൻ്റെ ചെക്ക് ഹോണർ ചെയ്യാനുള്ള ഡ്യൂട്ടി ബാങ്കിനുണ്ട്. മൂന്നാമത്തെ, ഒബ്ലിഗേഷൻ ടു മെയിൻറ്റെയിൻ ഓൾ റെക്കോർഡ്സ്. എല്ലാ റെക്കോർഡ്സും പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ദെൻ ഫോർത്ത് വൺ, ഒബ്ലിഗേഷൻ ടു ഫോളോ കസ്റ്റമേഴ്സ് ഇൻസ്ട്രക്ഷൻസ്. കസ്റ്റമേഴ്സിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുക എന്നുള്ളതും ബാങ്കിൻ്റെ ഒരു ഡ്യൂട്ടിയാണ്. അപ്പോൾ നമുക്ക് ഓരോന്ന് എന്താണെന്നുള്ളത് നോക്കാം. ആദ്യത്തെയാണ് ഡ്യൂട്ടി ഓഫ് സീക്രസി. ഡ്യൂട്ടി ഓഫ് സീക്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബാങ്കർ ഈസ് അണ്ടർ സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ ടു ടേക്ക് അറ്റ്മോസ്റ്റ് കെയർ ഇൻ കീപ്പിംഗ് സീക്രസി അബൌട്ട് ദ അക്കൗണ്ട്സ് ഓഫ് കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒരിക്കലും പുറത്തേക്ക് പോകാതെ സീക്രട്ടായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ബാങ്കിൻ്റെ ഡ്യൂട്ടിയാണ്. നമുക്കറിയാം, ഈവൻ നമ്മുടെ ഹസ്ബൻഡ് വൈഫ് ആയ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ബാങ്കുകൾ ഈ അക്കൗണ്ട് ഹോൾഡേഴ്സിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ഒരിക്കലും മറ്റൊരാൾക്ക് പ്രൊവൈഡ് ചെയ്യാറില്ല. അത് ആര് ചെന്ന് ചോദിച്ചാലും ബാങ്ക് അത് പ്രൊവൈഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നിയമം അല്ലേ? പക്ഷേ ദ ബാങ്ക് ഈസ് അണ്ടർ സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ to disclose the information relating to its customers account when the law specifically requires. ഒരു കേസിൽ മാത്രമാണ് ബാങ്ക് എന്ത് ചെയ്യുന്നത്? കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഏത് കേസിലാണ്? സ്റ്റാറ്റ്യൂട്ടറി ലോ അല്ലെങ്കിൽ നിയമപരമായിട്ട് സ്പെസിഫിക്കലി റിക്വയർസ്, നിയമം പറയുകയാണ്. അപ്പോൾ സപ്പോസ് എന്തെങ്കിലും കേസ് വന്നു, കസ്റ്റമറിൻ്റെ എതിരായിട്ട് എന്തെങ്കിലും കേസ് വന്നു, അല്ലാന്നുണ്ടെങ്കിൽ ഇൻകം ടാക്സിൻ്റെ കേസിൽ എന്തെങ്കിലും എൻക്വയറി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിയമം അനുശാസിക്കുകയാണ് എന്ത്? ഇന്ന ആളുടെ ഡീറ്റെയിൽസ്, അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒന്ന് വേണം എന്ന് പറഞ്ഞാൽ മാത്രമേ ഒരു ബാങ്ക് അവരുടെ അക്കൗണ്ട് ഹോൾഡേഴ്സിൻ്റെ ഡീറ്റെയിൽസ് മറ്റൊരാൾക്ക് അല്ലെങ്കിൽ മറ്റൊരു അതോറിറ്റിക്ക് കൈമാറാനായിട്ട് പാടുള്ളൂ. അതാണ് ആദ്യത്തെ ഡ്യൂട്ടി ഓഫ് സീക്രസി.
രണ്ടാമത്തെ ഡ്യൂട്ടി ഒബ്ലിഗേഷൻ ടു ഹോണർ കസ്റ്റമേഴ്സ് ചെക്ക്. കസ്റ്റമേഴ്സിൻ്റെ ചെക്ക് ഹോണർ ചെയ്യുക എന്നുള്ളത് ബാങ്കിൻ്റെ അടുത്ത ഒരു ഡ്യൂട്ടിയാണ്. ഒബ്ലിഗേഷൻ ടു ഹോണർ കസ്റ്റമേഴ്സ് ചെക്ക്. എന്താണ്? ബാങ്കേഴ്സ് ഷുഡ് ഫോളോ സർട്ടൻ കണ്ടീഷൻസ് വൈൽ ഹോണറിങ് ദ ചെക്ക് ഓഫ് ദ കസ്റ്റമർ. അപ്പോൾ ചെക്ക് ഹോണർ ചെയ്യുക എന്നുള്ളത് ബാങ്കിൻ്റെ ഡ്യൂട്ടിയാന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചെക്ക് ഹോണർ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് ബാങ്കിൻ്റെ ഡ്യൂട്ടീസ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ദ ചെക്ക് ഷുഡ് ബി ഡ്രോൺ ഇൻ പ്രോപ്പർ ഫോം. ചെക്ക് പ്രോപ്പർ ഫോമിലായിരിക്കണം ഡ്രോ ചെയ്തിട്ടുണ്ടാവേണ്ടത്. ദെൻ ദ കസ്റ്റമർ മസ്റ്റ് ഹാവ് സഫിഷ്യൻറ്റ് ബാലൻസ് ഇൻ ഹിസ് അക്കൗണ്ട്. ചെക്ക് ഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? കസ്റ്റമറിന് അവരുടെ അക്കൗണ്ടിൽ സഫിഷ്യൻറ്റ് ബാലൻസ് ഉണ്ടായിരിക്കണം. അല്ലാണ്ട് വെറുതെ ചെക്ക് എഴുതി കൊടുത്തിട്ട് കാര്യമില്ലല്ലോ അല്ലേ. അപ്പോൾ സഫിഷ്യൻറ്റ് ബാലൻസ് ഉണ്ടായിരിക്കണം, പ്രോപ്പർ ഫോമിലായിരിക്കണം. മൂന്നാമത്തേത്, ദ ചെക്ക് ഷുഡ് ബി പ്രസൻറ്റഡ് വിത്തിൻ 3 months ഫ്രം ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ. ഡേറ്റ് ഓഫ് ഇഷ്യൂ ചെക്ക് ഇഷ്യൂ ചെയ്ത് 3 മാസത്തിനുള്ളിൽ അത് പ്രസൻറ്റ് ചെയ്തിരിക്കണം. ദ ചെക്ക് ഷുഡ് ബി പ്രസൻറ്റഡ് വിതിൻ 3 months. 3 മാസത്തിനുള്ളിൽ ആ ചെക്ക് പ്രസൻറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ഒരു കസ്റ്റമറിൻ്റെ ചെക്ക് ഹോണർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. അത് പ്രോപ്പർ ഫോമിലായിരിക്കണം, എന്താണ്, അക്കൗണ്ടിൽ സഫിഷ്യൻറ്റ് ബാലൻസ് ഉണ്ടായിരിക്കണം, ദെൻ ചെക്ക് ഇഷ്യൂ ചെയ്ത് 3 മാസത്തിനുള്ളിൽ അത് പ്രസൻറ്റ് ചെയ്തിരിക്കണം. ദെൻ നെക്സ്റ്റ് വൺ, ഒബ്ലിഗേഷൻ ടു മെയിൻറ്റെയിൻ കസ്റ്റമേഴ്സ് റെക്കോർഡ്സ്. കസ്റ്റമേഴ്സിൻ്റെ റെക്കോർഡ്സ്, കസ്റ്റമേഴ്സിൻ്റെ എന്തൊക്കെ ഡീറ്റെയിൽസ് നമുക്കറിയാം. ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കസ്റ്റമറിൻ്റെ കുറേ റെക്കോർഡ്സ് ബാങ്ക് വാങ്ങിച്ച് വെക്കുന്നുണ്ട് അല്ലേ. അപ്പം ഇതെല്ലാം കസ്റ്റമേഴ്സിൻ്റെ കറക്റ്റായിട്ട് കസ്റ്റമേഴ്സിൻ്റെ റെക്കോർഡ്സ് എല്ലാം കറക്റ്റായിട്ട് സൂക്ഷിച്ചു വെക്കുക എന്നുള്ളത് ബാങ്കിൻ്റെ ഒരു ഡ്യൂട്ടിയാണ്. ദെൻ ഒബ്ലിഗേഷൻ ടു ഫോളോ കസ്റ്റമേഴ്സ് ഇൻസ്ട്രക്ഷൻസ്. കസ്റ്റമേഴ്സ് എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആണോ പറയുന്നത് അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് എന്താണോ കസ്റ്റമർ പറയുന്നത് അത് കറക്റ്റായിട്ട് അനുസരിക്കുക എന്നുള്ളതും ബാങ്കിൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പം കസ്റ്റമർ പറയുന്നതും അനുസരിച്ചിട്ടാണ് ബാങ്ക് പ്രവർത്തിക്കേണ്ടത്. പക്ഷെ എന്ന് വെച്ചിട്ട് കസ്റ്റമറിൻ്റെ എല്ലാ ഇൻസ്ട്രക്ഷൻസും ചെയ്യണം എന്നല്ല. കസ്റ്റമേഴ്സ് ഇപ്പോൾ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യണ കേസ് ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന ഡേറ്റിൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാങ്ക് അത് ചെയ്യണം. അല്ലാണ്ട് ബാങ്കിൻ്റെ ഇഷ്ടം പോലെ ചെയ്യാനായിട്ട് പറ്റില്ല. കസ്റ്റമർ എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആണ് കൊടുക്കുന്നത് അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളതും ബാങ്കിൻ്റെ ഒരു ഡ്യൂട്ടിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്പെഷ്യൽ റിലേഷൻഷിപ്പ്. ഈ സ്പെഷ്യൽ റിലേഷൻഷിപ്പിൽ വരുന്നതാണ് എന്ത്? നമ്മുടെ റൈറ്റ് ഓഫ് ലീൻ, റൈറ്റ് ഓഫ് സെറ്റ് ഓഫ്, റൈറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത്. ഇത് 3ഉം ബാങ്കും കസ്റ്റമറും തമ്മിലുള്ള സ്പെഷ്യൽ റിലേഷൻഷിപ്പും കൂടെയാണ് കേട്ടോ. അതൊന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളുണ്ട്, അതൊന്ന് എല്ലാവരും ചെയ്തു നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് അവൈലബിൾ ആണ്, അത് ട്രൈ ചെയ്യുക എല്ലാവരും. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ലീൻ ഈസ് ഡിഫൈൻഡ് അണ്ടർ സെക്ഷൻ. ഇവിടെ നമ്മൾ NI എന്നാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ, NI അല്ല കേട്ടോ. ലീൻ ഈസ് ഡിഫൈൻഡ് അണ്ടർ സെക്ഷൻ 170, 171, 172, 173. ലീൻ എവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലാണ്, മാറിപ്പോകരുത്. ഓക്കെ, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൻ്റെ സെക്ഷൻ എന്തിലാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? സെക്ഷൻ 171ലാണ് ലീനിനെ പറ്റിയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് വൺ, ബാങ്കേഴ്സ് ലീൻ. ബാങ്കേഴ്സ് ലീൻ എന്ന് പറയുന്നത് ജനറൽ ലീൻ, particular lien, both these, none of these. അപ്പോൾ ബാങ്കേഴ്സ് ലീൻ എന്ന് പറയുന്നത് എന്ത് ലീനാണ്? ജനറൽ ലീനാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ബാങ്കേഴ്സ് ലീൻ ഈസ് എ ജനറൽ ലീൻ ആൻഡ് ഇംപ്ലൈഡ് പ്ലഡ്ജ്. Then Clayton's case is applied in the case of. Clayton's case എന്തിലാണ് അപ്ലൈ ചെയ്യുന്നത്? റൈറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ, റൈറ്റ് ഓഫ് സെറ്റ് ഓഫ്, റൈറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ, റൈറ്റ് ഓഫ് സെറ്റ് ഓഫ്, റൈറ്റ് ഓഫ് ലീൻ, നൺ ഓഫ് ദീസ്. എന്തിലാണ് ക്ലൈറ്റൺസ് കേസ് അപ്ലൈ ചെയ്യുന്നത്? റൈറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റൈറ്റ് ഓഫ് അപ്രോപ്രിയേഷനിലാണ് ക്ലൈറ്റൺസ് കേസ് അപ്ലൈ ചെയ്യുന്നത്. Then basically appropriation is the right of. Appropriation എന്ന് പറയുന്നത് ആരുടെ അവകാശമാണ്? Basically appropriation is the right of കസ്റ്റമർ. കസ്റ്റമറിൻ്റെ അവകാശമാണ് അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത്. ബട്ട് കസ്റ്റമർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മാത്രം അപ്രോപ്രിയേറ്റ് ചെയ്യാനുള്ള അധികാരം ആർക്കുള്ളൂ? ബാങ്കിന് ഉള്ളൂ.
Then right of appropriation is defined in right of appropriation എവിടെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട്, BR ആക്ട്, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, RBI ആക്ട്. അപ്പോൾ റൈറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലാണ്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലാണ് റൈറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. Then Clayton's case is done on the basis of FIFO method, LIFO method, both of these, none of this. അപ്പോൾ Clayton's case എങ്ങനെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? FIFO മെത്തേഡിലാണ് ചെയ്യാറുള്ളത്. FIFO method, first in first out method. Then when the banker has the right in any asset of the creditor, it is called. ബാങ്കറിന് കസ്റ്റമറിൻ്റെ ഏത് അസറ്റും മേലും ചാർജ് ചെയ്യാനുള്ള അവകാശം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് പാർട്ടിക്കുലർ ലീൻ, ജനറൽ ലീൻ, സ്പെഷ്യൽ ലീൻ, നൺ ഓഫ് ദിസ്. എന്താണ് ഇതിൻ്റെ ആൻസർ? ജനറൽ ലീൻ. ഓക്കെ, ഈ പാർട്ടിക്കുലർ ലീനും സ്പെഷ്യൽ ലീനും സെയിം ആണ്, നമുക്കറിയാമല്ലോ അല്ലേ? അപ്പോൾ ബാങ്കേഴ്സ് റൈറ്റ് എന്ന് പറയുന്നത് ജനറൽ ലീനാണ്. ദെൻ ഫോർ ദ റൈറ്റ് ടു സെറ്റ് ഓഫ് ദ ബാങ്ക് മസ്റ്റ് ഫോളോ ദ കണ്ടീഷൻസ്. സെറ്റ് ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ബാങ്ക് എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? മസ്റ്റ് സെർവ് ദ നോട്ടീസ്, അക്കൗണ്ട് മസ്റ്റ് ബി ഇൻ ദ നെയിം ഓഫ് ദ സെയിം പേഴ്സൺ, ബോത്ത് ഓഫ് ദീസ്, നൺ ഓഫ് ദീസ്. ഇതിൻ്റെ ആൻസർ ഏതായിരിക്കും? ബോത്ത് ഓഫ് ദീസ് അല്ലേ? രണ്ടും സെറ്റ് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് എന്ത് വേണം? രണ്ട് അക്കൗണ്ടും ഒരാളുടെ പേരിലായിരിക്കണം. അതുപോലെ തന്നെ എന്താണ്? മസ്റ്റ് സെർവ് നോട്ടീസ്, കസ്റ്റമർക്ക് ആദ്യം തന്നെ ഒരു നോട്ടീസ് അയച്ചിരിക്കണം. അപ്പോൾ ഇത്രയാണ്. അപ്പോൾ നമുക്ക് നമ്മളിന്ന് നോക്കിയത് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ആരുടെ? ബാങ്കിൻ്റെ ഡ്യൂട്ടീസ് ആണ് നോക്കിയത്. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് നമ്മുടെ ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പും റൈറ്റ്സും ഡ്യൂട്ടീസും. നന്നായിട്ട് ക്ലാസ് കേൾക്കുക. ഓക്കെ, താങ്ക് യു.